പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ മുഖാന്തരം നൽകുന്ന വിവിധ ഓൺലൈൻ ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ് ഓൺലൈനിലായിരിക്കും. എക്സാം ഓഫ്ലൈൻ ഓർ ഓൺലൈൻ ഉണ്ട്. ഓൺലൈനിൽ ഓഫ്ലൈനെക്കാട്ടി കുറച്ച് ഫീസ് അധികമായിരിക്കും. സ്കീം എയും സ്കീം ബിയും ആയിരിക്കും. സ്കീം എയിൽ ഓഫ്ലൈനിലായിരിക്കും എക്സാം, ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലായിരിക്കും. സ്കീം ബിയിൽ എക്സാമും അസൈൻമെൻറ്റ് മറ്റു കാര്യങ്ങൾ എക്സാമും ക്ലാസ്സുകൾ എല്ലാം ഓൺലൈനിലായിരിക്കും. അപ്പോൾ അത് വിദേശത്തൊക്കെ ഉള്ളവർക്ക് അത് മുഖേന ഓൺലൈനിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്നുള്ള മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് അപേക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച്, കോഴ്സുകളെക്കുറിച്ച്, മറ്റു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആബിൾസ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് പിന്നീടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാര്യങ്ങളിലേക്ക് പോയി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് ആധാർ നമ്പറും പാസ്പോർട്ട് നമ്പർ, ആധാർ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ, നമ്മളൊരു ഫോട്ടോഗ്രാഫ്, ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്. ഓക്കെ, ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ഡിഗ്രിക്കാണ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ +2 പ്രീ ഡിഗ്രി അതിൻ്റെ സർട്ടിഫിക്കറ്റ്, SLCൻ്റെ സർട്ടിഫിക്കറ്റ്, TC ഒരു ലെറ്റർ, സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കമെൻഡ്. ചില ആൾക്കാർക്ക് TC ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എവിടെയാണോ പഠിച്ചാൽ അവിടെ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ റെക്കമെൻഡേഷൻ തരാൻ പറഞ്ഞാൽ മതി. ABC ID വേണം, DEB ID വേണം. ABC ID എന്ന് പറയുമ്പോൾ അപ്പാർ ID, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഇവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. DEB ID എങ്ങനെയാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ID ആണ്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വാലിഡ് മൊബൈൽ നമ്പർ, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൺട്രി കോഡൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ ID, നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഒരു ഫോട്ടോ, അതൊക്കെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ എടുത്താൽ മതി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ നൗവിലും ക്ലിക്ക് ചെയ്യുക. അഡ്മിഷൻ എന്നതിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡിഗ്രി കോഴ്സുകളായിട്ട് BA സോഷ്യോളജി, BA ഹിസ്റ്ററി. PG കോഴ്സുകളായിട്ട് MA സോഷ്യോളജി, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA എക്കണോമിക്സ്, MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MCOM ഫിനാൻസ് എന്നീ കോഴ്സുകളാണ് നിലവിലുള്ളത്. അതിൽ നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരുന്നതാണ്. അതിൻ്റെ ഫീസ് നിരക്കൊക്കെ വരുന്നതാണ്. നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടത് എല്ലാ കോഴ്സിനും 630 രൂപയാണ്. SC ST വിദ്യാർത്ഥികൾക്ക് 265 ഡീറ്റെയിൽഡ് ഫീയുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓഫ്ലൈൻ സ്കീം എയിൽ ഓഫ്ലൈൻ എക്സാമാണ്, സ്കീം ബിയിൽ ഓൺലൈൻ എക്സാമാണ്. സ്കീം എയിൽ ഒരു ടോട്ടൽ ഫസ്റ്റ് സെമസ്റ്ററിന് ഫീസ് 5250 പ്ലസ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുള്ള 630 രൂപയുമാണ്. സെക്കൻഡ് സെമസ്റ്റർ മുതൽ 2625. സ്കീം ബിയിൽ 6300 ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് പ്ലസ് രജിസ്ട്രേഷൻ ഫീസും. സെക്കൻഡ് സെമസ്റ്റർ മുതൽ 3675. ഇതിൽ ബ്രോഷർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് നോക്കാവുന്നതാണ്. അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രഷർ സ്റ്റുഡൻ്റ് ആയിരിക്കും നിങ്ങൾ. ഫ്രഷർ സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ കൺസെൻറ്റ് കൊടുക്കുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ്റെ നെയിം, ആപ്ലിക്കേഷൻ്റെ ഫുൾ നെയിം വീണ്ടും കൊടുക്കുന്നു. ഏതാണ് രാജ്യം, നമ്മളെ രാജ്യം ഏതാണ്, നമ്മളെ ആധാർ നമ്പർ, ഇയർ ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ, മന്ത്, ഡേ. കറൻലി റിസൈഡിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. യെസ് ഓർ നോ, എസ് കൊടുത്താൽ എസ് ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. നമ്മളെ ജെൻഡർ കൊടുക്കുന്നു, മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ഇമെയിൽ രണ്ടിലേക്ക് OTP വരും. ഇത് കൊടുത്ത് ഐ ആക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ രജിസ്ട്രേഷൻ ആയി. രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലോഗിൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയതോ മറ്റെവിടുന്ന സംവിധാനം ഉള്ളത് അത് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന. ഇങ്ങനെ ഓരോ കോഴ്സിൻ്റെതും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.